പറഞ്ഞൊരു വിഷയം അതിനെപ്പറ്റി പറയുമ്പോൾ ഈ സാധാരണ ഈ ഒരു ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ പിന്നെ ഒരു അങ്ങനെ ഒരു രീതിയിൽ ഒരു മോബ് ഉണ്ടായാൽ സംഭവിക്കുന്ന കാര്യമല്ലേ പറഞ്ഞുള്ളൂ. അങ്ങനെയാണ് എല്ലാ സർക്കാരുകളും ഈ കാര്യങ്ങൾ നേടിയിട്ടുള്ളത്. ഞാൻ സമരം ചെയ്ത് ഇറക്കിവിട്ട ആദ്യത്തെ സർക്കാർ ഏതാണെന്നറിയാമോ? 57 EMS സർക്കാരാണ്. എനിക്ക് തിരിച്ചറിവായിട്ടില്ല. അമ്മയുടെ കൂടെയാണ് സമരം. എന്തൊക്കെയോ പ്രശ്നങ്ങളാണെന്നൊക്കെ അറിയാം. ഏതോ ഒരു മന്ത്രി അത് ഇത്രയും അറിവേ എനിക്കുള്ളൂ. ചിലപ്പോൾ എൻ്റെ അമ്മ എന്നെ കുറേ നടന്നു കഴിയുമ്പോൾ വിഷമിക്കുമല്ലോ, എടുത്തുകൊണ്ട് നടക്കും. എന്നുവെച്ചാൽ അത്രയ്ക്ക് ഇതേ ഉള്ളൂ എനിക്ക്. ബട്ട് ഐ റിമെമ്പർ ദാറ്റ്. അപ്പോൾ അന്ന് അങ്കമാലിയിലെ വെടിവെപ്പ്, അങ്കമാലി കല്ലറയിൽ ഞങ്ങളുടെ സോദരരാണെങ്കിൽ പഴമക്കാരോട് ചോദിച്ചാൽ അങ്കമാലിയിൽ വെടിവെച്ചത് EMS ആണ്. ചന്ദനത്തോപ്പ് കശുവണ്ടി തൊഴിലാളികളെ വെടിവെച്ചത് ഒരു തൊഴിലാളി വർഗ ജനാധിപത്യ വർഗ ബഹുജന സർക്കാർ. ആദ്യത്തെ വെടിവെപ്പ് ചന്ദനത്തോപ്പിലാണ്. അങ്കമാലിയൊക്കെ വിമോചന സമരത്തിൻ്റെ കാലത്താണ്. ആദ്യം വെടിവെക്കുന്നത് ചന്ദനത്തോപ്പിലെ കശുവണ്ടി തൊഴിലാളികൾക്ക് നേരെയാണ്. അപ്പോൾ വെടിവെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡ്മിനിസ്ട്രേഷനിൽ അത്യപൂർവമാണെങ്കിലും നടക്കാത്ത ഒരു കാര്യമൊന്നുമല്ല. നമ്മളിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, മിനിഞ്ഞാന്ന് പറ്റ്നയിൽ വെടിവെച്ചു പോലീസ്. ആരും മരിച്ചില്ല. എന്തിനാണെന്നറിയാമോ? ഇതേ പാറ്റ പ്രകടനം വിച്ച് വെൻ്റ് ഔട്ട് ഓഫ് കൺട്രോൾ ആൻഡ് പോലീസ് ഫയർഡ്. ആരും മരിച്ചിട്ടില്ല. എത്ര പേർക്ക് പരിക്ക് പറ്റിയെന്നും അറിയില്ല. പിന്നെ പാറ്റ്ന ഏതാണെന്ന് മലയാളികൾക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അറിയില്ല എന്ന് ഭാവിക്കും, അതുകൊണ്ട് അത് വാർത്തയായില്ല. പറ്റ്നയിൽ ഫയറിങ് നടന്നു. ഇവിടെ കൽക്കട്ടയിൽ നല്ല രസികൻ ലാത്തി ചാർജാണ്. സുവേന്ദു അധികാരി അസംബ്ലിയിൽ പേര് വായിച്ചു. 28 ക്രിമിനൽ കേസിലെ പ്രതിയാണ് അവൻ. നീറ്റ് പരീക്ഷ തോറ്റുപോയി എന്ന് പറഞ്ഞിട്ട് 48-49 വയസ്സുമുണ്ട്. 5-6 പേരുടെ പേര് വായിച്ചു. പുള്ളി പറഞ്ഞു, ഇവരെ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഇവന്മാരെ കിട്ടി, ഇനി ഇവനെ ഞാൻ വിടില്ല. പിന്നെ കുറേ തല്ലിപ്പുള്ളുണ്ട്, 2 അടിയൊക്കെ കൊടുത്ത് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ലാത്തി ചാർജ്, ജലപീരങ്കി. ഇവിടെ VD സതീശൻ എന്താ ചെയ്തത്? VD സതീശൻ അവിടെ രാഹുൽ ഗാന്ധിയുടെ കൂടെ പ്രൈം മിനിസ്റ്ററുടെ വസതിക്ക് മുമ്പിൽ സത്യാഗ്രഹിയിരുന്നു. ഇവിടെയോ? ഇവിടെ ആ വേടനടക്കം പനമ്പള്ളി നഗറിലോ മറ്റോ സമരം ചെയ്തവരുടെ പേരിൽ 90 പേരുടെ പേരിൽ കേസെടുത്തു. പെർമിഷൻ ഇല്ലാതെ സമരം ചെയ്തു. ഇതാണ് സമരം. നിരുപദ്രവമായിരുന്നു. ആർക്കും ഒരു ഉപദ്രവമൊന്നും ചെയ്തില്ല. അവരെന്തോ ഒരു ബഹളമൊക്കെ വെച്ചിട്ട് അവിടെ നിന്ന് പിരിഞ്ഞു. ബട്ട് സ്റ്റിൽ VD സതീശൻ സർക്കാർ 90 പേർക്കെതിരെ കേസെടുത്തു. എടുത്തല്ലേ? എന്തിന് കേസെടുത്തു? നിഷ്കളങ്കരായ കുട്ടികൾ, വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ വിദ്യാർത്ഥികളോട് ആനുകൂല്യമുള്ളവർ, അനുഭാവമുള്ളവർ, അവർ 4 മുദ്രാവാക്യം വിളിച്ചാൽ കേസെടുക്കുകയാണോ ചെയ്യുന്നത്? ഇത് VD സതീശനോട് ചോദിക്കണം. ഇങ്ങനെയാണോ ചെയ്യുന്നതെന്ന് സിറ്റി പോലീസ് കമ്മീഷണറോട് ചോദിക്കണം. കമ്മീഷണർ ഓഫീസർ നിനക്ക് മാർച്ച് നടത്തും. വാട്ട് ഈസ് ദാറ്റ്? അഡ്മിനിസ്ട്രേഷന് ഒരു ഡ്യൂട്ടിയുണ്ട്. ദാറ്റ് വിൽ ബി ഡൺ റൂത്ത്ലെസ്ലി. പോലീസിന് അധികാരങ്ങളുണ്ട്. അവർക്ക് അത് പ്രയോഗിക്കാൻ, സാഹചര്യമനുസരിച്ച് പ്രയോഗിക്കാനുള്ള അനുമതിയുണ്ട്. ഓഫ് കോഴ്സ് വെടിവെപ്പ് ഈസ് നോട്ട് എ സ്മോൾ തിങ്. അതിന് വാണിംഗ് കൊടുക്കണം. യു മസ്റ്റ് ഗെറ്റ് പ്രോപ്പർ അപ്രൂവൽ. ജില്ലാ മജിസ്ട്രേറ്റിൽ നിന്നോ ജില്ലാ കളക്ടറേറ്റിൽ നിന്നോ എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്രൂവൽ എടുക്കണം. വെടി കഴിഞ്ഞാൽ ഉണ്ട എണ്ണിയിട്ട് ബാക്കി ഉണ്ട എത്രയുണ്ട്, ഏത് നോക്കുന്നതാണ് വെടിവിട്ട് GD എൻട്രി എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ പ്രൊസീജിയറൊക്കെ ഉണ്ട്. നോട്ട് ദാറ്റ് വെറുതെ നിങ്ങൾ പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്യുന്ന പോലെ അല്ല. സ്വന്തം ജനങ്ങളുടെ നേർക്ക് അക്രമാസക്തരായി എന്നുള്ള കാരണം കൊണ്ട് വെടിവെക്കുന്നത് അതിർത്തിയിലെ വെടി പോലെയല്ല. ഈവൻ അതിർത്തിയിൽ പോലും പട്ടാളക്കാർ കണക്കൊക്കെ കൊടുക്കണം കേട്ടോ. അല്ല വെറുതെ നിൻ്റെ തോക്ക് എവിടെ? തോക്കറിയാൻ മേലെ ചേട്ടാ, ആ ബഹളത്തിൽ ഞാൻ എവിടെയോ അതൊന്നും നടക്കുന്നില്ല. അങ്ങനെ വെറുതെ കാണാതെ പോയി നടക്കില്ല. ബട്ട് സ്റ്റിൽ പട്ടാളത്തിൻ്റെ സിറ്റുവേഷൻ അല്ല പോലീസിൻ്റെ. സ്ട്രിക്റ്റ് കംപ്ലയൻസ്. അങ്ങനെയാണ് 2 വർഷം മുമ്പ് നമ്മുടെ കേരള പോലീസിൻ്റെ 42,000 വെടിയുണ്ട കാണാനില്ല എന്ന് പറഞ്ഞു. അത് പിന്നെ അവിടെയും കണ്ട് ജയിലിലോ എവിടെ സ്തൂപം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു വെടിയുണ്ട കൊണ്ട്, ഉപയോഗം കഴിഞ്ഞ വെടിയുണ്ട്. അങ്ങനെ എന്തൊക്കെയോ കുഴപ്പങ്ങളൊക്കെ പുറത്തു വന്നതാണ്. ഇറ്റ്സ് എ വെരി സീരിയസ് തിങ്. തമാശ കളിയല്ല.
ബട്ട് ഇറ്റ് ഈസ് ആൻ ഓപ്ഷൻ, ഇറ്റ് ഈസ് എ പവർ ഗിവൺ ടു ദ പോലീസ്. നേരത്തെ നടന്നിട്ടുള്ളതാണ് ഇവിടെ എല്ലായിടത്തും. ഞാൻ കോൺഗ്രസ് പറയട്ടെ, തിരുവനന്തപുരത്ത് വാഴോട്ടുകോണം കൗൺസിലർ സുഗതൻ അങ്ങേരെ അറസ്റ്റ് ചെയ്ത് പോകാനായിട്ട് ആകാശത്തേക്ക് വെടിവെച്ചല്ലേ കേരള പോലീസ്? എന്തിനായിരുന്നു ആ വെടി? എന്ത് സമരം അവിടെ നടന്നിട്ടാണ്? രാത്രിയിൽ വന്ന് അറസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ കൗതുകം കൊണ്ട് ആൾ കൂടി എന്താന്നൊക്കെ ചോദിച്ചു മാറുക എന്നൊക്കെ പറയും. അല്ല എൻ്റെ നെഞ്ചത്ത് വരുന്ന എന്താണെന്നൊക്കെ ചോദിച്ച് വാഗ്വാദം ഉണ്ടാകും. സുഗതനും പറയുന്നു എന്നെ വിട്, ഞാൻ വരാമെന്ന്, നിങ്ങളിപ്പോൾ ഇത്ര വലിയ ബഹളം വയ്ക്കുന്ന എന്തിനാ എന്ന് സുഗതൻ ചോദിക്കും. ഇതിനിടയ്ക്ക് വെടിവെക്കേണ്ട ആവശ്യം എന്താ കേരള പോലീസിന്? അത് ഈ പറഞ്ഞ ആരെങ്കിലും ചോദിക്കുമോ? ഇടതുപക്ഷ, മതനിരപേക്ഷ, ജനാധിപത്യ, വർഗ, ബഹുജന, ഡിമാല, ഗുണ്ടന്മാർ ആരെങ്കിലും ചോദിക്കുമോ എന്തിനായിരുന്നു ആ വെടിയെന്ന്? എൻ്റെ നെഞ്ചത്തേക്ക് കയറും. എന്ത് കാര്യം! സച്ച് എ ഫുൾ. ഇതിങ്ങനെ ഒരു സില്ലി അറസ്റ്റിന് വേണ്ടി തോക്ക് ഉപയോഗിച്ച ആളുകൾക്ക് ഞാനിത് പറഞ്ഞത്, ഈ പ്രൊസീജിയർ പറഞ്ഞതാണോ കുറ്റം? നോൺസെൻസ്.